കുറച്ചധികം ആളുകളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കിടയിൽ നിന്ന് ആ കുട്ടി അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അത് അവിടെ പിന്നെ ഒരു രണ്ട് വഴിയുണ്ട്. അതിലവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന സ്ഥലമുണ്ട്. സെക്യൂരിറ്റി അല്ല, ഇതിൻ്റെ ടോക്കൺ കൊടുക്കുന്ന സ്ഥലം. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം ആരും അധികം കയറി പോവില്ല. അത്ര ആരും നടക്കാത്ത സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടുന്നാണ് മിസ്സായിട്ടുള്ളത് ശരിക്കും മെയിനായിട്ട്. ഏറ്റവും അവസാനം അമ്മയുടെ ഒക്കെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നത്? അല്ല, അവർ കൂടെ വേറെ കുട്ടികളുണ്ടായിരുന്നു. 4-5 പേരുണ്ടായിരുന്നു. അവർ കൂട്ടിയിട്ടാണ് എപ്പോഴും നടക്കല്. ഈ കുട്ടിയുടെ സമപ്രായക്കാരായ കുട്ടികൾ, അപ്പോൾ ആ കുട്ടികളും കണ്ടിട്ടില്ല ഒന്നും? അവർ ഫോട്ടോ എടുത്തിട്ട് അവർ ഫ്രണ്ടിൽ പോയി, അപ്പോൾ ബാക്കിൽ പോയോ എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ വീണതാണെന്ന് നിങ്ങൾ കരുതുന്നില്ല? ഞങ്ങൾക്ക് അത്രയും പ്രതീക്ഷയില്ല വീണതാണെന്ന്. ആ ഭാഗത്ത് വീഴാൻ ഒരു സാധ്യതയില്ല. ഇവിടുന്ന് തന്നെ മിസ്സായിട്ടില്ല ഈ 2 വഴീൻ്റെ അവിടെ നിന്ന്. അപ്പം അങ്ങനെ ഈ വേറെ ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ആ സമയത്ത്? അപ്പോൾ ഉണ്ടായിരുന്നു, ഒരു 10-100 ആളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ തന്നെ 40 പേരുണ്ടല്ലോ ബസ്സിൽ. പിന്നെ അവിടെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ 6 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം വരാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയുമാണ്. അപ്പോൾ എല്ലാവരോടും വേഗം വരാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തർ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്, അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. റേഞ്ചും കൂടി ഇല്ലാത്ത ഭാഗമാണ് അവിടെ. വിളിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പം അവിടെ ആരൊക്കെയാ? അച്ഛനും അമ്മയും വേറെ? ഇവിടുന്ന് കുറേ പേര് പോയിട്ടുണ്ട്. കുറേ പേരുണ്ട് അവിടെ. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ അവിടെ തന്നെ ആയിരിക്കും? അതറിയില്ല, ആ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളിപ്പോൾ പിന്നെ 4-ാം തീയതി പോയി, പിന്നെ 7-ാം തീയതിയാണ് കുട്ടിയെ കാണാതാവുന്നത് അല്ലേ? ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ഹംപിലേക്കാണ് പോയത്. ഹമ്പി. എന്നിട്ട് അവിടെ 2 ദിവസം നിന്ന് 3-ാമത്തെ ദിവസം ഇങ്ങോട്ട് പോകും. 4-ാം തീയതി ഇവിടുന്ന് പോയി 5, 6, 7-ാം തീയതി ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ കയറിയത് മലയുടെ മുകളിൽ. ഇതിപ്പോൾ 4 മണിയായിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോൾ. എന്നിട്ട് റൗണ്ട് അടിച്ച് വരുന്ന സമയം, പിന്നെ പോരാൻ നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നം കാണാതായത്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ. നിങ്ങൾ അന്ന് ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഒരു തെരച്ചിലാണ് അവിടെ നടത്തിയിരുന്നത്? അന്ന് അവിടുത്തെ ഈ പോലീസിനൊക്കെ സഹായം ലഭിച്ചിരുന്നു പൂർണ്ണമായിട്ട്? അവിടെ അതിന് 2 പോലീസ് സെറ്റ് ഉള്ളതുകൊണ്ടും ഇവിടെ ഇതിൻ്റെ മുകളിൽ പോലീസില്ല, അതിൻ്റെ താഴെ ഒരു ഇതുണ്ട്, അവിടെയാണ് പോലീസ് ഉള്ളത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ തിരഞ്ഞ് വന്നിട്ട് പോലീസിനെ അന്വേഷിച്ചപ്പോഴാണ് എന്നിട്ട് അവിടുന്ന് 2 പേര് വന്നു. എന്നിട്ട് അവർ പോലീസൊക്കെ വന്ന് അന്വേഷിച്ചു. അപ്പോഴേക്ക് പിന്നെ 6 മണി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുറേ പേര് പോകുന്നു. പിന്നെ ഒരു അച്ഛനും കുറച്ച് പേര്, ഒരു 5-8 പേര് അവിടെ നിന്നു, കുടുംബക്കാരെല്ലാവരും കൂടി. ആരോ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതാണ് സംശയം? തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ് മെയിനായിട്ട്. അതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തില. ആ ഭാഗത്തായിട്ടാണ്, ആ ഒരു 2 വഴിയുടെ ഭാഗത്തു നിന്നാണ് മിസ്സായിട്ടുള്ളത്. അതായത് ഈ വെള്ളച്ചാട്ടം അവിടുന്ന് 2 വഴികളായി തിരിയുന്നു അല്ലേ? അപ്പോൾ നിങ്ങളുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോണ ഒരു വഴിയുണ്ട്, വേറെ കയറി വരുമ്പോൾ മേലെ നിന്നൊരു വഴിയുണ്ട്, ഈ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ ലെഫ്റ്റിലേക്കുള്ള വഴി കൂടെ ആരും അങ്ങനെ നടക്കില്ല അധികം. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കുറച്ച് ചെറിയൊരു കാടുണ്ട്, പിന്നെ കടലൊക്കെ ബാക്കാണത് ആ ഭാഗത്ത്. അപ്പോൾ അതുവരെയൊക്കെ നായ അതുവരെ ഓടും ചെയ്തു എന്ന് പറഞ്ഞില്ലേ. പിന്നെ കടകൾ ഫുള്ള് മൂടിയിട്ടൊക്കെ ആയിരുന്നു, ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കടകളൊന്നും. നിങ്ങൾ പോകുമ്പോഴൊന്നും കടകളൊന്നും പ്രവർത്തിക്കുന്നില്ല? ഇല്ലല്ലേ, 1-2 കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ അടച്ച് കെട്ടി പൂട്ടി വെച്ചെടുക്കുക. ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അത് അന്വേഷണം ആവശ്യമാണ്. സൈഫുദ്ദീൻ, ഈ കുട്ടി ശ്രീനന്ദ അപകടത്തിൽപ്പെട്ടതാവാനുള്ള സാധ്യതയില്ലെന്നും ആരോ അപായപ്പെടുത്തി അതാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അവരുടെ ബന്ധുക്കളും ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളും പറയുന്നു. എന്തായാലും അത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം ആവശ്യമായി വരും. ആ കുട്ടി പെട്ടെന്ന് വീഴാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് എന്നുള്ളത് കൂടിയാണ് ഇവർ വിശദീകരിക്കുന്നത്. ഈ കുട്ടിയെ അപായപ്പെടുത്തിയതാകാം എന്ന ഒരു മൊഴിയാണല്ലോ ഇപ്പോൾ ഈ കുടുംബം നൽകിയിരിക്കുന്നത്. അതേ മൊഴി തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകി എന്നാണോ സാജിദ് കരുതുന്നത്? തുടക്കം മുതൽ അവർ ആ നിലപാടിൽ തന്നെയാണോ ഉള്ളത്? ഇതൊരു അപകടമല്ല, കുട്ടി അപായപ്പെടുത്തിയതാകാം എന്ന ഒരു നിലപാടിൽ തന്നെയാണോ ഈ തുടക്കം മുതൽ ഇവരുടെ ബന്ധുക്കളെല്ലാം ഉള്ളത്? ആ നിലയിലേക്കൊരു അന്വേഷണം ഇപ്പോൾ പോകുന്നുണ്ടോ? ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു, സമപ്രായക്കാരായ കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അവരിപ്പോൾ എവിടെയുണ്ട് എന്ന തലത്തിലേക്കൊക്കെ ഒരു അന്വേഷണം പോകുന്നുണ്ടോ സാജിദ്? സൈഫുദ്ദീൻ, തുടക്കത്തിൽ ഇത് ഒരു അപകടമായിരിക്കാം എന്ന തരത്തിൽ ഈ പല സ്ഥലത്തും പരിശോധനകൾ നടത്തിയിരുന്നു. കാരണം ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി നേരിട്ട് ആളുകൾ, അതായത് പോലീസും കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഇവരുള്ള സംഘങ്ങൾ, ഇവിടെ നമ്മളോട് സംസാരിച്ച ആളുകൾ ഉൾപ്പെടെ അത്തരം പരിശോധനകളുടെ ഭാഗമായിരുന്നു. അവിടെ നിന്ന് ആ കുട്ടിയെ അപ്പോൾ കണ്ടെത്താതെ ഇപ്പോൾ പിന്നീട് കണ്ടെത്തിയതിലാണ് ഒരു ദുരൂഹത പറയുന്നത്. ഈ സമപ്രായക്കാരായ ഭൂരിഭാഗം കുട്ടികളും ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടല്ലോ, ഈ കുട്ടിയുടെ എല്ലാവരും. ആ കുട്ടികൾ എന്താ പറയുന്നത്?
അവരുടെ അടുത്തും അവർ തന്നെ എല്ലാവരും ഫോട്ടോ എടുത്ത് അവർ പോയി ഓരോരുത്തരും ഓരോ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോവില്ല, തനിയെ ആരും പോവില്ല. എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ ബാക്കിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് എന്താ കാട്ടിയെന്ന് അറിയില്ല. അവിടെ മെയിനായിട്ട് അവിടെ ആ ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളുണ്ട്, അവരുടെ ചോദ്യം ചെയ്ത് തന്നെ കുറേ അറിയും. അയാളൊന്നും സഹകരിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും അയാൾ സഹകരിക്കുന്നില്ലേ. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കാണാനില്ലാതെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒന്നും ശ്രദ്ധിക്കുന്നു കൂടിയില്ല. അവർ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ CCTV ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ CCTV ഇല്ല എന്ന് പറഞ്ഞു ആൾ. അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ CCTV ഉണ്ടോ? അവിടെ ഇല്ലാന്ന് അവിടെ ഒരു ബോർഡ് കണ്ടു ഞാൻ. അതായത് ഒരു കുട്ടിയെ കണ്ടെത്തണം, അതുകൊണ്ട് സഹകരിക്കണം, തിരച്ചിലിന് വരണം എന്ന് പറയുമ്പോഴും സഹകരിക്കുന്നില്ല. അവർ സഹകരിക്കണം. അപ്പോൾ ഞങ്ങളോട് അവരെന്തൊക്കെയോ ഒരു ഭാഷയിൽ പറഞ്ഞപ്പോൾ വേറൊരാൾ പിന്നെ ബാത്റൂം കഴുകാനും ഇതിനൊക്കെ ഒരാളുണ്ട്. അപ്പോൾ അയാളും പറഞ്ഞു അത് ഇതിനൊക്കെ എങ്ങനെ വീഴാന്നാണ് അവർ പറയണത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പോലീസിന് പിന്നീട് വിവരം അറിയിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? അത് പിന്നെ അച്ഛനും വേറെ ആരൊക്കെ പോലീസിനെ അറിയിച്ചത്. അവരെ ചോദ്യം ചെയ്യാൻ കുറേ അറിയാം. അവർ ഫുള്ള് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്, ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്. അത് എന്താ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അറിയില്ല, അവരുടെ ഭാഷയിലേ പറയുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയൊരു അവരുടെ സെക്യൂരിറ്റി ഒരു റൂമുണ്ട്, ആ സൈഡിൽ നിന്ന് അവർ സംസാരിച്ചായിരുന്നു അവർ പോയപ്പോൾ. എന്നിട്ടാണ് ഞാൻ അപ്പോൾ CCTV ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇതൊരു സ്വാഭാവികമായി ഉണ്ടായ അപകടമായി നിങ്ങൾ വിചാരിക്കുന്നേ ഇല്ല? ഇല്ലല്ല, ഇത് എന്ത് തട്ടിക്കൊണ്ടുപോലെ തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തും അല്ല അത് കിടക്കണതേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ. അവിടേക്ക് എത്ര സമയമില്ല. ഞങ്ങൾ കണ്ടത് ഈ കുട്ടി വീഴുകയാണെങ്കിൽ തന്നെ നേരെ താഴേക്കാണ് വീഴേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ നിന്നതിൻ്റെ നേരെ എതിർവശത്താണ്. ഇപ്പോൾ ബോഡി കണ്ടിട്ടുള്ളതെന്ന് പറയണത്. അപ്പോൾ ആ കുട്ടി അങ്ങോട്ട് വീടില്ല, അല്ലെങ്കിൽ പിന്നെ കുട്ടി അങ്ങോട്ട് നടന്ന് പോകണം, അതിനുള്ള സാധ്യതയില്ല. അതിനുള്ള സമയം ആയിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് ഇവരെല്ലാവരും ഫോട്ടോ എടുത്ത് വരുമ്പോൾ ഞങ്ങൾ നടന്ന് വരുന്നുണ്ട്. ഞാൻ നടന്നു പോയിട്ട് ഞങ്ങൾ 2-3 പേര് ജീപ്പിൽ കയറിയിരുന്നു. അതിൻ്റെ പിന്നാലെ ഇവർ വരുന്നത്. അപ്പോൾ അവിടെ എത്തേണ്ട സമയമില്ല. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്തും തെരച്ചിൽ നടത്തിയിരുന്നില്ല? ഈ കുട്ടി വീണ എല്ലായിടത്തും തെരച്ചിൽ നടത്തിയെന്നാണ് പറഞ്ഞത്. ട്രോൾ ഉപയോഗിച്ച് നടത്തിയിരുന്നു, പിന്നെ പാരഷൂട്ടിൽ നടത്തിയിരുന്നു പറഞ്ഞിരുന്നു. സൈഫുദ്ദീൻ, വലിയ ഒരു ദുരൂഹത ഇതിലുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ഈ കുട്ടി ഈ നേരെ താഴ്ചയിൽ അല്ല ഉള്ളത്, അതിൻ്റെ നേരെ എതിർവശത്താണ് കുട്ടിയുടെ ഈ മൃതദേഹം ഉള്ളത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഈ കുട്ടിയുടെ ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഇനി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റും. ഇത് ഈ മൊബൈൽ ഫോണിന് കൃത്യമായ റേഞ്ചും മറ്റും ഇല്ലാത്ത സ്ഥലത്താണ്. അതുകൊണ്ട് ഇവർക്ക് ബന്ധുക്കളെയും കൃത്യമായി ഫോണിൽ ഈ നിരന്തരം വിളിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് പോയ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും ഈ മൃതദേഹം മുകളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരൊരു വിവരമാണ് കൈമാറുന്നത്.